ലഹരി ഉപയോഗവും അനാശാസ്യ പ്രവർത്തികളും ഉൾക്കൊള്ളാൻ കഴിയാത്ത വാഹനങ്ങളും പൊറുതിമുട്ടുകയാണ് മയിലാടിപ്പാറയ്ക്ക് കീഴിലെ സ്നേഹനഗർ നിവാസികൾ. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾ വീട് ഇവിടെ മയിലാടിപ്പാറ സ്നേഹനഗറിൻ്റെ അടുത്താണ്. സ്നേഹനഗർ എന്ന് പറയുന്ന മയിലാടിപ്പാറേൻ്റെ അടുത്താണ്. ഏറ്റവും ലാസ്റ്റ് വീടാണ് എൻ്റെ വീട്. അപ്പോൾ എന്താ ഈ ചെറിയ മക്കളാണ് ചുരിദാർ ഇട്ടിട്ട് അവിടെ നിന്ന് വരുമ്പോൾ യൂണിഫോമിലായിരിക്കും, ബാക്കിൽ ഒരു ബാഗും തൂക്കിയിട്ട് അത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് നൈറ്റ് ഇടും, ചുരിദാർ ഇടും. ഇതൊക്കെ ഇട്ടിട്ട് ചെറിയ കുട്ടികൾക്ക് നടക്കാനും കൂടെ ജീവനില്ലാത്ത കുട്ടികളെ ഓരോരുത്തർ തോളിൽ കൈയിട്ടിട്ട് എന്താ പറയുക, ഞങ്ങൾക്ക് കണ്ണിന് നേരെ കാണാൻ പറ്റൂല. ഞങ്ങൾ പൈപ്പ് ലൈന് അത് വഹിക്കാൻ ഞങ്ങൾ ഒരു ദിവസം വെള്ളം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകണം, കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയിക്കൂടാ. ആദ്യമൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകും, വരുമ്പോൾ ഒരു വിറക് എടുത്തിട്ട് വരും. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. പാറപ്പൊത്തിൻ്റെ ഉള്ളിൽ ഓരോ സ്ഥലത്ത് പാറപ്പൊത്ത്, അപ്പുറത്ത് ഒരു പാറപ്പൊത്തിൻ്റെ ഉള്ളിൽ 5-6 പെൺകുട്ടികളും 5-6 ആൾക്കാരും ഉണ്ട്. 10 മണി വരെ ഞങ്ങൾക്ക് ഒരു സമാധാനമില്ല. രാത്രി എവിടെയെങ്കിലും വീട്ടുപണിക്ക് പോയിട്ട് വരുമ്പോൾ വണ്ടി അവിടെയും വരെ വണ്ടികളാണ്. എന്താ ചെയ്യുക? ഇതിനൊരു തീരുമാനം. അത് മാത്രമല്ല, ഇവിടെ വണ്ടി നിർത്താൻ ഒരു സ്ഥലമല്ല. വണ്ടി നിർത്താൻ സ്ഥലമില്ലെങ്കിൽ ഞങ്ങൾ നടന്ന് ഒരു റേഷൻ വാങ്ങിയിട്ട് വരുമ്പോഴും സാധനം വാങ്ങിയിട്ട് വരുമ്പോഴും ഓട്ടോറിക്ഷ താഴെ തന്നെ നിർത്തും. ഈ താഴെ തന്നെ നിർത്തിയിട്ട് ഞങ്ങൾ കുതച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ ഞങ്ങൾക്ക്? ഇതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഈ കുട്ടികളുടെ കാര്യത്തിലും ചെറിയ കുട്ടികൾ ഒരു 15, 16, 15, 16 അതിന് കൂടുതൽ വർത്താനം പറഞ്ഞ കുട്ടികൾ ഞങ്ങൾ അടിക്കും തോന്നുന്നു. അത്ര പ്രതികാരം പെൺകുട്ടികൾക്ക്. ചെറിയ കുട്ടികളെന്ന് പറയാനില്ല, ആൺകുട്ടികൾക്കാളും കൂടുതൽ സാമർത്ഥ്യം പെൺകുട്ടികൾക്കാണ്. വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ നമ്മുടെ ഈ മയിലാടിപ്പാറ എന്ന് പറയുന്ന പാറേൻ്റെ മുകളിലേക്ക് പോകുന്ന ആളുകൾ പല പ്രദേശത്തു നിന്ന് വരുന്ന ആളുകൾ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ മോശമായ പ്രവൃത്തിയാണ് മുകളിൽ പോയി നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വളരെ ദൂരങ്ങളിൽ നിന്ന് ആളുകൾ വരിക. അവിടെ ഇത് നിയന്ത്രിക്കാനും ഇതിനെപ്പറ്റി ചോദിക്കാനോ പറയാനൊന്നും നാട്ടുകാർ ഇടപെട്ടാൽ തന്നെ അവരോട് പ്രതികരണം വളരെ മോശമായി വരിക. ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ മിനിഞ്ഞാന്ന് തന്നെ ഇവിടെ ഒരു കുട്ടി വന്നിട്ട് അവർ മുറ്റത്തൊരു പാർക്കിംഗ് വന്നപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പം ഇവിടുത്തെ താമസക്കാരിയായ കുട്ടീനോട് തന്നെ അങ്ങോട്ട് തട്ടിക്കേറി വർത്താനം പറയുന്ന അവസ്ഥ വരിക. വാഹനത്തിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കുടുങ്ങിപ്പോവുക. ഇവിടുത്തെ ഉള്ള വാഹനത്തിന് ഇങ്ങോട്ട് വരാനൊന്നും നിർത്തിയില്ല. താമസക്കാരായ ചെറിയ വാഹനങ്ങൾ ഇങ്ങോട്ട് വരാനൊന്നും നിർത്തിയില്ല, അങ്ങോട്ട് തിരികെ പോകാനും നിർത്തില്ല. വലിയ ട്രാഫിക് ജാം വരികയാണ് ഇവിടെ വർഷങ്ങളായിട്ട്. നമ്മൾ വെറും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കതൊന്ന് നന്നാക്കാൻ പോകണമെങ്കിൽ ഈ ആണുങ്ങൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കത് നന്നാക്കാനും കൂടി പറ്റുന്നില്ല. ഇന്നാളെ അത് നന്നാക്കാൻ പോയിട്ട് ഏതോ ഒരാൾ പുറകെ ഓടി വന്നിരിക്കുക, ജീവനും കൊണ്ട് കഴിച്ചലായതാ. എല്ലാ ആൾക്കാരും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഈ പണി വിട്ട് വൈകുന്നേരം ഇങ്ങനെ പോന്നിയല്ലേ, വെള്ളമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഭയങ്കര ശല്യം ആൾക്കാരെ കൊണ്ട് ഈ വൈകുന്നേരം സമയത്ത്. അതിനൊരു തീരുമാനം എന്തായാലും ഉണ്ടാക്കി തന്നാൽ നന്നായിരുന്നു. മയിലാടിപ്പാറയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാർ വരുന്നതുകൊണ്ട് ഭയങ്കര ശല്യമാണ്. മേലാണ് പല ഇതും നടക്കുന്നുണ്ട്. പല കഞ്ചാവായിട്ടും കള്ളായിട്ടും പെണ്ണായിട്ടും പല അനാശാസ്യമായിട്ടും മക്കളെ കൊണ്ടൊക്കെ ഞങ്ങൾ വെള്ളമൊക്കെ നന്നാക്കാൻ പോകുമ്പോൾ കാണുന്നുണ്ട് ഓരോ കാഴ്ചയും. നമുക്ക് ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോകാനോ എന്തെങ്കിലും ചെയ്യാനൊന്നും നമുക്ക് പറയില്ല. നമ്മൾ കുറേ ഇത് പറഞ്ഞു. ഇപ്പം ആണെങ്കിൽ ഞങ്ങൾക്ക് ഈ വണ്ടീൻ്റെ ശല്യം, ഇവിടെ ആണെങ്കിൽ ഗർഭിണികളും സുഖമില്ലാത്ത ആൾക്കാരൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഒരു മുയലെ പോകും. നമുക്കത് മാറ്റണമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഒന്നാമത് ആർക്കെങ്കിലും ചോദിക്കാൻ നിന്നാൽ അപ്പം നമ്മളെ എതിർത്ത് സംസാരിക്കുകയാണ്. പിന്നെ നമ്മൾ സാമൂഹ്യ വിരുദ്ധരാവുകയാണ്. പിന്നെ ഒന്നാമത് ആർത്തും അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. ചോദിക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ സദാചാരം മറിച്ചതെന്ന് വന്ന് നമുക്ക് പിന്നെയും കേസ് വരികയാണ്. പിന്നെ ഒന്നാമത് അങ്ങോട്ട് ചെറിയ മക്കളാണ്, ചെറിയ മക്കളോട് ചോദിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് നല്ല ചീത്ത കേൾക്കുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ എക്സൈസിൻ്റെയും ഇതുണ്ടെങ്കിലും നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്.